പ്രിയമുള്ളവരെ, കോതമംഗലത്ത് സോണ എൽദോസ് എന്ന 23 വയസ്സുകാരിയുടെ ആത്മഹത്യയെ തുടർന്ന് കേരളത്തിൽ ലവ് ജിഹാദ് വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഈ ഛത്തീസ്ഗഡിലും ഒറീസയിലുമൊക്കെ ക്രൈസ്തവ സന്യാസിനികൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദമായിരുന്ന കാസയുടെയൊക്കെ പ്രൊഫൈലുകൾ, ഫേസ്ബുക്ക് പേജുകൾ അവരിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല, കേരളത്തിൽ ഇപ്പോൾ ലവ് ജിഹാദ് ആസൂത്രിതമായി തന്നെ നടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഈ സോണ എൽദോസിന്റെ മരണം മായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ചും ഈ സോണ എൽദോസിന്റെ കാര്യം, അവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇവര് UC കോളേജിൽ പഠിക്കുവാൻ ചെല്ലുന്ന സമയത്ത് അവിടെ റമീസ് എന്ന ഒരു വിദ്യാർത്ഥിയുമായി പ്രണയത്തിലാകുന്നു. രണ്ടുപേരും അതായത് സോണ മതം മാറി കല്യാണം കഴിക്കുവാൻ ആ സമയത്തൊക്കെ വില്ലിങ് ആയിരുന്നു എന്നാണ് ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ സോണയ്ക്ക് റമീസിന്റെ സ്വഭാവം മനസ്സിലാകുന്നു. റമീസിന് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ട്. മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മോശമായ ചാറ്റിങ് അന്യ സ്ത്രീകളുമായി ചെയ്യുമായിരുന്നു എന്നതിന് തെളിവ് സോണയ്ക്ക് തന്നെ കിട്ടുന്നു. സോണ അവൻ്റെ മൊബൈലിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പിടിക്കുന്നു. ഒപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ വാർത്ത ശരിയാണെങ്കിൽ കാണുന്ന ഒരു റിപ്പോർട്ട് റമീസിനെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്നും ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല രീതിയിലാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും ഒരു ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ ഒരു മണം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് സോണയെ കൂടുതൽ ഭയചകിതയാക്കി. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യൻ, അവൻ ഇത്തരം കേസുകൾ പെടുന്നത് ഏതൊരു സ്ത്രീയെയും ഭയാശങ്കയിലേക്ക് തള്ളിവിടുന്നതാണ്. അങ്ങനെ ആ പെൺകുട്ടി മതം മാറി കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല, പക്ഷെ കല്യാണം കഴിക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും സമീപനങ്ങൾ ഉണ്ടാകുന്നത്. രജിസ്റ്റർ മാരേജിന് തയ്യാറാകുന്നു. അങ്ങനെ രജിസ്റ്റർ മാരേജ് മാത്രം ചെയ്യാം, മതം മാറ്റത്തിന് പ്രേരിപ്പിക്കില്ല എന്ന പേരിൽ റമീസ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്നു. അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷം റമീസിന്റെ ബന്ധുക്കളും റമീസും ചില സുഹൃത്തുക്കളുമൊക്കെ മതമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു. അതിൽ മനം തൊന്നാണ് സോണ എൽദോസ് ആത്മഹത്യ ചെയ്തത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും നിർബന്ധപൂർണമായ മതപരിവർത്തനം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, ആര് എവിടെ ചെയ്താലും. അങ്ങനെയാണെങ്കിൽ റമീസിന്റെ കുടുംബം അംഗങ്ങളുമൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വരണം. അതുതന്നെയാണ് വാസ്തവം, അതുതന്നെയാണ് ശരി. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. റമീസിന്റെ പിന്നിൽ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിച്ചതോ ആയിട്ടൊന്നും വ്യക്തമല്ല. ഈ പ്രണയങ്ങൾ അഥവാ മതം വിട്ടുള്ള പ്രണയങ്ങളിൽ ചില ആളുകൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ മതം സ്വീകരിച്ചേക്കാം, ചിലപ്പോൾ ഭാര്യയുടെ മതം സ്വീകരിച്ചേക്കാം, ചിലപ്പോൾ അവർ ജനിച്ചു വീണ മതത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ജീവിച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് ഈ കല്യാണങ്ങൾ, ഇങ്ങനെയുള്ള ഈ പ്രണയ വിവാഹങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ മതം മാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ ഞെരിപിരി കൊള്ളുകയാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലവ് ജിഹാദ്, ആസൂത്രിതമായ ലവ് ജിഹാദ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഇതിൽ ഇടപെട്ടിട്ടുള്ളത് ആ റമീസിന്റെ കുടുംബവും റമീസും മാത്രമാണ്. അതിൽ ഏതെങ്കിലും ആസൂത്രിതമായ തലങ്ങൾ ഉണ്ടായതായി തോന്നുന്നില്ല. അങ്ങനെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ആസൂത്രിതമായ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ഈ അന്യമതത്തിലുള്ള ആളുകളെ മതം മാറ്റി ഇസ്ലാം മതത്തിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്തരം സംഘടനകളെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതുമുണ്ട്. അല്ലാതെ ഇത്തരം വ്യക്തിപരമായി നടന്ന ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ മൊത്തമായി തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോട് യോജിക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മറ്റൊരു ഉദാഹരണം എടുത്താൽ, ഈ കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മദ്രസാധ്യാപകൻ വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിലെ പ്രതികൾ പർപ്പസ്ഫുള്ളി ഒരു മതത്തിലെ ആരെയെങ്കിലും കൊല്ലുക എന്ന ഉദ്ദേശത്തോട് രാത്രി ഇറങ്ങി നടന്നപ്പോൾ യാദൃശ്ചികമായി റിയാസ് മൗലവി മുന്നിൽപ്പെടുകയും അദ്ദേഹത്തെ കൊല ചെയ്യുകയുമായിരുന്നു. അവർക്കൊക്കെ വ്യക്തമായ സംഘടനാ പശ്ചാത്തലമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ കാസർഗോഡ് തന്നെ വളരെ ചെറിയൊരു കുട്ടി, ആ കുട്ടിയെയും ഇത്തരം ഒരു ആക്രമണത്തിലൂടെ കൊല ചെയ്തു. അതും ഒരു തീവ്രമത പ്രഭാഷണം നടത്തുന്ന ഒരു സ്ത്രീയുടെ പ്രഭാഷണം കേട്ടിട്ടാണ് അത്തരം ഒരു കൊലപാതകത്തിന് പ്രേരണയായതെന്ന് അയാൾ പറയുകയുണ്ടായി. ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഒരു മുസ്ലിം പ്രധാന അധ്യാപകനെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്കൂളിലെ കിണറിൽ വിഷം കലർക്കുന്ന ഒരു സംഭവഗതികളുമായി ഒരാൾ മുന്നോട്ട് പോകേണ്ട. അതിലൊക്കെയും വ്യക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ ഏതെങ്കിലും സംഘടനകളുമായിട്ട് ഈ റമീസിനോ അല്ലെങ്കിൽ റമീസിന്റെ മാതാപിതാക്കൾക്കോ ഒന്നും ബന്ധമുള്ളതായി തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഘടനകളെയും റമീസിനെയും റമീസിന്റെ മാതാപിതാക്കളെയും ഒക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും
സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കുവാൻ ഇത്തരം സംഭവങ്ങൾ ഉപകാരപ്പെടും എന്ന് കണ്ട്, അധികാരത്തിന് വേണ്ടി ഇത്തരം സംഭവങ്ങളെ ഉപകരിക്കാമെന്ന് കണ്ട് ചില ക്ഷുദ്ര സംഘടനകളും ജീവികളുമൊക്കെ മുന്നോട്ടിറങ്ങിയിട്ടുള്ള സ്ഥിതിക്ക് ഈ മുസ്ലിം സമുദായിക സംഘടനകളും മതേതര വിശ്വാസികളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളുമായി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൽ അന്തഃഛിദ്രം ഉണ്ടാക്കുവാനുള്ള ചില ശ്രമങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ റമ്മീസിനെയോ റമ്മീസിൻ്റെ കുടുംബത്തെയോ ഒന്നും ന്യായീകരിക്കുന്നില്ല. അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. കാരണം വെറും 23 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ ആണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഏത് മതമായാലും ജാതി ആയാലും ജീവനെല്ലാം ഒരു വിലയാണുള്ളത്. അതിൽ ആസൂത്രിതമായ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ശിക്ഷയ്ക്ക് അർഹരാക്കണം. അതല്ലാതെ ഒരു സമൂഹത്തെ മൊത്തവും ഈ ലവ് ജിഹാദ് നടത്തുന്ന ആളുകളാണ് എന്ന രീതിയിൽ വക്രീകരിക്കപ്പെടുവാനുള്ള ശ്രമങ്ങൾ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങണം. മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.